കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ FACTയുടെ ഉടമസ്ഥതയിൽ കൊച്ചി ഏലൂരിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ റീടെൻഡർ വിളിച്ച് വാടകയ്ക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ വ്യാപാരികൾ. കടകൾ നഷ്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കെ നിലവിലെ വാടകയേക്കാൾ അധിക തുക നൽകി ടെൻഡർ വിളിക്കേണ്ടി വരുന്നതിനെതിരെയാണ് പരാതി ഉന്നയിക്കുന്നത്. ടെൻഡർ വിളിച്ചാൽ പലർക്കും മുറികൾ ഒഴിയേണ്ടി വരുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. വർഷങ്ങൾക്ക് മുൻപ് FACTയിലുണ്ടായ പൊട്ടിത്തെറിയിൽ കടകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനാണ് ഏലൂർ ഫാക്ടറി ജംഗ്ഷനിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കുന്നത്. അന്ന് കടകൾ തകർന്നവരും പിന്നീട് മുറികൾ വാടകയ്ക്കെടുത്തു തുടങ്ങിയതുമായ 25ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓപ്പൺ ടെൻഡർ വിളിച്ചാൽ ഫാക്ടറിയിലെ പൊട്ടിത്തെറിയിൽ കടകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളും വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്നവരും ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. FACT തുടങ്ങിയ കാലത്താണ് ഞങ്ങൾ ഈ കച്ചവടം തുടങ്ങിയേക്കുന്നത്. അത് അപ്പനൊക്കെ ആയിട്ട് തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് കത്ത് പിടിച്ചിട്ട് ഞങ്ങൾക്ക് അവർ മാറ്റിയിട്ട് അതിൻ്റെ നഷ്ടമൊക്കെ തന്നിട്ട് ഇവിടെ പുതിയ കട പണിതിട്ട് ഞങ്ങൾക്കൊരു കട തരാമെന്ന് MK നായരുള്ള കാലത്തായിരുന്നു പുള്ളി പറഞ്ഞത്. ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അങ്ങനെയാണ് തന്നേക്കണത്. കമ്പനി റീടെൻഡർ ചെയ്യാൻ പോവുകയാണ്. റീടെൻഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇന്ന് ഞാൻ 10 രൂപ വാടക കൊടുത്ത് പോണ ആൾ നാളെ ടെൻഡർ ചെയ്യുമ്പോൾ എനിക്ക് മറ്റവരായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർ 20 രൂപയാണെങ്കിൽ 20 രൂപ എഴുതും, 25 രൂപയാണെങ്കിൽ 25,000 രൂപ എഴുതി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനാണ് കട നടത്തുന്നത്, എനിക്കത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ടീം വരും. ഈ 10, 40, 30 കൊല്ലമായി 25 കൊല്ലമായിട്ട് കടം നടത്തി എനിക്ക് വേറെ ഉപജീവന മാർഗ്ഗമില്ല. എൻ്റെ കുടുംബം ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നിപ്പോൾ FACയിൽ ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചേക്കുന്നത്. നിലവിൽ 3 വർഷത്തേക്ക് കരാറെടുത്താണ് കടകൾ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ തവണ കരാർ പുതുക്കുമ്പോഴും വാടക ഇനത്തിൽ 10% വരെ വർധനവ് നൽകിയാണ് ഇവർ ഫാക്ടറിയിൽ നിന്നും കടമുറികൾ വാടകയ്ക്കെടുക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ടെൻഡർ വിളിക്കുന്നതോടെ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പലർക്കും കരാർ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. കച്ചവടം കുറവാണ്. ഇത് മുഴുവൻ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് പ്രൈവറ്റ് പാർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കച്ചവടം കുറവാണ്. വീടുകളുടെ റെസിഡൻസ് ഏരിയ വളരെ കുറഞ്ഞ ഏരിയയാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറിയിൽ ജീവനക്കാർ കുറഞ്ഞതോടെ കച്ചവടത്തിലും മുൻകാലത്തെ അപേക്ഷിച്ച് കുറവുണ്ടായിട്ടുണ്ട്. നശിച്ചു തുടങ്ങിയ കെട്ടിടത്തിൽ ഇപ്പോഴുള്ള വാടക തന്നെ നൽകാൻ ബുദ്ധിമുട്ടിലാണ് വ്യാപാരികൾ. അമൃത ന്യൂസ്, കൊച്ചി. പുതിയ ടെൻഡർ പ്രകാരം നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വാടകയുടെ 3 ഇരട്ടി നൽകേണ്ടി വരും ഓരോ വ്യാപാരികളും. വ്യാപാരികളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിലും അധിക വാടകയാണിത്. വ്യാപാരികളുടെ പ്രതികരണങ്ങളിലേക്ക്. അപ്പം ഞാൻ നടത്തുന്നത് ഞങ്ങൾക്കൊരു ഫ്ലവർ മില്ലും കറി പൗഡർ യൂണിറ്റൊക്കെയാണ്. പക്ഷേ അതിനിപ്പോൾ FACT വളരെയധികം വാടക കൂട്ടുകയാണ്. ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി പ്ലസ് GST കൂടി വേണമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ടെൻഡർ ഇട്ട് പറയുന്ന തുകയിൽ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ 7 ദിവസത്തിനകം ഞാനിവിടെ നിന്ന് ഒഴിയണം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അപ്പോൾ അതിനൊരു തീരുമാനം, ഇത് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ കമ്പനിയിൽ നിന്നൊരു ജോലി ഇല്ല എന്ന് പറഞ്ഞു വിടണ പോലെ അല്ല ഇത്. ഇതിനൊരു തീരുമാനം, ശരിയായ തീരുമാനം ഉണ്ടാകണം. അപ്പം ഞങ്ങൾക്ക് ഇവർ പറയണ വാടകയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റൂല. അത് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ആളില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 8,000 ആളോളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2,000 പോലും ഇല്ല. ഒരു 25 വർഷം മുമ്പ് വരെ നമുക്ക് ഇവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് വാടകയ്ക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കച്ചവടം തീരെ കുറയുകയും ചെയ്തു, ആളുകളും കുറഞ്ഞു. കാരണം പലരും VRS എടുത്തു പോയി. ഇപ്പം നാമമാത്രമായിട്ടുള്ള തൊഴിലാളികൾ മാത്രമാണ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്, FACTയിൽ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കച്ചവടം കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടിലാണ്. കാരണം ലോണും അതേപോലെ പല രീതിയിലുള്ള ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, വലിയ ആശങ്കയിൽ തന്നെയാണല്ലേ വ്യാപാരികൾ? വർഷങ്ങൾക്ക് മുമ്പ് FACTയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് അഗ്നിബാധയുണ്ടാവുകയും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവിടെയുള്ള വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് FACT ജംഗ്ഷനിൽ തന്നെ FACT ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും ഇങ്ങോട്ട് ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഈ വ്യാപാരികളടക്കം ഏകദേശം 25ഓളം സ്ഥാപനങ്ങളാണ് നിലവിലിപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവരെല്ലാം തന്നെ വാടക നൽകിയായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. 3 വർഷം കൂടുമ്പോൾ കരാർ പുതുക്കിയായിരുന്നു ഇവർ വാടക നൽകിയിരുന്നത്. ഇതിൽ തന്നെ ഓരോ വർഷവും കരാർ പുതുക്കുന്ന സമയത്ത്
10% വർധനവ് ഈ വാടക ഇനത്തിൽ ഇവർ നൽകി വന്നിരുന്നു. എന്നാൽ പുതിയ റീടെൻഡർ വഴി ഉള്ള ഒരു വ്യവസ്ഥയിലേക്ക്, വാടക വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇവരെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ നൽകുന്ന വാടകയുടെ 3 ഇരട്ടിയിലധികം നൽകി വേണം പുതിയ വാടക നൽകാൻ. മാത്രവുമല്ല GST കൂടി ഉൾപ്പെടുമ്പോൾ ഇത് വലിയൊരു തുകയായി മാറും. ഇത് ഇവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് നിരവധി ആളുകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. മാത്രവുമല്ല ഇതൊരു നിരവധി റെസിഡൻഷ്യൽ ഏരിയ ഉൾപ്പെടുന്ന ഒരു പ്രദേശമല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വ്യാപാരത്തിൽ തന്നെ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ ഈ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പല കടകളും തന്നെ തകർച്ചയുടെ വക്കിലാണ്. പലതിൻ്റെ മേൽക്കൂര അടക്കം തകർന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് ഇരിക്കുന്ന നിലയ്ക്ക് തന്നെ റീടെൻഡർ നടത്തി പുതിയ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് FACTയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. FACT അധികൃതർ തന്നെ ഈ റീടെൻഡർ വിളിച്ചിട്ടുള്ള ഈ നടപടിയിൽ നിന്ന് ചെറിയൊരു ഇളവ്, ഈ വാടക ഇനത്തിലുള്ള ഒരു ഇളവ് ഇവർക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത്.